അടിയൻ. അതിഭയങ്കരമായ ഇടിയും മഴയും. അമ്പമ്പോ തമ്പാനെ, എന്തായത്? തിരുമനസ്സേ, അടിയനൊന്നും അറിയില്ല. മഴയ്ക്ക് പിന്നെയും ശക്തി വർദ്ധിച്ചു. എന്റെ ശ്രീപത്മനാഭാ. കൊട്ടാരമുറ്റം മുഴുവൻ വെള്ളം നിറഞ്ഞു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ മതിൽക്കകവും അടുത്തുള്ള ഗ്രഹങ്ങളും വെള്ളം കൊണ്ട് നിറഞ്ഞു. അയ്യോ, രക്ഷിക്കണേ! അയ്യോ, എന്റെ ഭാര്യ മക്കളും! ലോകാവസാനമായോ? ഒരു നിശ്ചയവുമില്ല. പ്രകൃതിക്ക് ഇതെന്തു പറ്റി? ഹാവ്, എന്തൊരു കാറ്റ്! ജലനിരപ്പ് ഉയരുകയാണ്. എങ്ങനെ രക്ഷപ്പെടും? വെള്ളം ഈ മാളികയെയും മുക്കിക്കളയുമോ? എല്ലാം ശ്രീപത്മനാഭനെ അറിയൂ. എന്റെ ശ്രീപത്മനാഭ, ഈ പേമാരിയിൽപ്പെട്ട് കാലം കഴിയുവാനാണോ നമ്മുടെ വിധി? അപ്പോൾ അതാ വടക്ക് നിന്നൊരു വഞ്ചി അത് മാളികയോടടുത്തു. വേഗം വഞ്ചിയിലേക്ക് എഴുന്നോ, താമസിച്ചാൽ ആപത്താണ്. ശ്രീപത്മനാഭൻ നമ്മെ തുറച്ചു. വരൂ തമ്പാനെ, നമുക്ക് ഇതിൽ കയറി രക്ഷപ്പെടാം. മഹാരാജാവ് വഞ്ചിയിലേക്ക് കാലെടുത്ത് വെക്കുവാൻ ഭാവിച്ചപ്പോൾ, തമ്പുരാനെ, അവിടെ നിന്ന് എന്താണ് ചെയ്യുന്നത്? നമുക്ക് ഈ വഞ്ചിയിൽ കയറി രക്ഷപ്പെടേണ്ടേ? അതിന് വഞ്ചി എവിടെ? രാജാവ് തിരിഞ്ഞു നോക്കിയപ്പോൾ ഏ ഇടിയും മഴയും വെള്ളവും ഒന്നുമില്ലായിരുന്നു. നല്ല വെയിൽ മാത്രം. ഇതെല്ലാം തമ്പാന്റെ ഇന്ദ്രജാലമായിരുന്നോ? അതെ, അവിടുന്ന് ക്ഷോഭിക്കരുത്.